ഹായ് ഡിയർ ഫ്രണ്ട്സ്, വിദ്യാസ് പാരഡൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് സെയിൽസ് വീഡിയോസ് മാത്രമാണല്ലേ ചെയ്യുന്നത്. ആദ്യമൊക്കെ നമ്മൾ എപ്പോഴും ഗാർഡനിങ് വീഡിയോസും അതുപോലെ തന്നെ പുതിയ പുതിയ ചെടികളെ പരിചയപ്പെടുത്തുന്ന വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ സെയിൽസ് വീഡിയോസിൽ അങ്ങ് ഒതുങ്ങിപ്പോയതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ ഗാർഡനിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള കുറച്ച് ചെടികളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിലെ ആദ്യത്തെ പ്ലാന്റ് വന്നിട്ട് ഈ ഒരു ഫിലോഡെൻഡ്രോൺ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. പിന്നെ അടുത്ത പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഫിലോഡെൻഡ്രോണിന് തന്നെ മമ്മൈ അല്ലെങ്കിൽ മാമൈ എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ലൊരു ഗ്രീൻ കളറിൽ ഒരു സിൽവർ പാച്ചസ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാനായിട്ട്. പുതിയതായിട്ട് വരുന്ന ലീഫിനാണെങ്കിൽ ഒരു ഇളം പച്ച കളറാണ്. അതിൽ ഈ സിൽവറും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ഒത്തിരി ഇഷ്ടം തോന്നുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ സിംഗിൾ പ്ലാന്റ്സ് ആണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. പുതിയതായിട്ട് എൻ്റെ ഗാർഡനിൽ വന്നിട്ടുള്ള അതിഥികളാണ് ഇവർ. ഇപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമൊക്കെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം, ഇതുപോലുള്ള വീഡിയോസ് ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് സെയിൽ വീഡിയോസ് മാത്രമായിട്ട് മാറിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്യുന്നത്. പിന്നെ ഇതാണെങ്കിൽ പരേസോവർദ്ധൻ എന്ന് പറഞ്ഞൊരു ഫിലോഡെൻഡ്രോണിൻ്റെ പരേസോവർദ്ധൻ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ. ലീഫുകളൊക്കെ നല്ല വലിപ്പത്തിൽ വന്നിട്ട് നല്ലൊരു ഭംഗിയുള്ള ലീഫുകളാണ് ഇതിൻ്റേത്. ഒത്തിരി ഹൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ബുഷിയായിട്ട് നിർത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഞാനൊരു ചെറിയൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് കയറൊക്കെ ചുറ്റി കൊടുത്തിട്ട് വേണം ഇവനെ അങ്ങ് മുകളിലേക്ക് കയറ്റി വിടാനായിട്ട്. അടുത്ത പ്ലാന്റ് വന്നിട്ട് ഇതൊരു സിങ്കോണിയത്തിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ. നല്ലൊരു ഗ്രീൻ കളറിൽ ഒരു ലൈറ്റ് പിങ്ക് കളറ് വെയിൻസൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുള്ളൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കേട്ടോ അത് നേരിട്ട് കാണാൻ. ഒരു ചെറിയ പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതൊരു മിനിയേച്ചർ വെറൈറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലീഫുകൾക്കൊന്നും അധികം വലിപ്പം വയ്ക്കാത്തൊരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അടുത്ത പ്ലാന്റ് വന്നിട്ട് ഈ പ്ലാന്റിൻ്റെ പേരൊന്നും അറിയില്ല. ഒരു വൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന പ്ലാന്റാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് കാണാൻ. ലീഫുകളൊക്കെ നല്ലൊരു പൂത്തിരി പോലെ അല്ലെങ്കിൽ കാവടി പോലെയൊക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ. അതിൽ ചെറിയ പൂക്കൾ പോലെ ഉണ്ട്. പൂക്കളിനെക്കാട്ടിലും ഭംഗി ഇതിൻ്റെ ലീഫുകൾക്ക് തന്നെയാണ്. പിന്നെ പെട്ടെന്ന് നമുക്കിത് ഇങ്ങനെ കുത്തിപ്പിടിപ്പിച്ചിട്ട് ഇതിൻ്റെ തണ്ട് മുറിച്ച് കുത്തിപ്പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണെന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്ത പ്ലാന്റ് വന്നിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് പിങ്ക് പ്രിൻസസ് എന്ന് പറഞ്ഞ ഫിലോഡെൻഡ്രോണിൻ്റെ വെറൈറ്റിയാണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഇലകൾ കണ്ടോ, ഇത് വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും എത്രയോ ഭംഗിയാണെന്ന് അറിയോ നേരിട്ട് കാണാൻ. അപ്പോൾ ഇതിൽ വരുന്ന പുതുതായിട്ട് വരുന്ന ലീഫുകളിലെല്ലാം ഈ ഒരു പിങ്ക് കളറായിരിക്കും കൂടുതൽ വരുന്നത്. വലിയ സ്റ്റിക്കിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ വലുതായിട്ട് നമുക്ക് ഫ്രണ്ടിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. നല്ലൊരു റെയർ വെറൈറ്റി തന്നെയാണ്. അത്യാവശ്യം റേറ്റും ഉള്ളൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. കുറച്ച് നാളുകളായിട്ട് എൻ്റെ കയ്യിലുണ്ട്. സ്ലോ ഗ്രോത്ത് പ്ലാന്റാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് വലുതാക്കി എടുക്കാൻ പറ്റില്ല. അടുത്ത് വന്നിട്ട് ഫിലോഡെൻഡ്രോണിൻ്റെ തന്നെ SP കൊളംബിയ എന്ന് പറഞ്ഞ ഐഡിയയിലുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫുകളൊക്കെ നല്ല പ്ലാസ്റ്റിക് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അധികം ലീഫുകളൊന്നും ആയിട്ടില്ല എനിക്ക്. ഇതും പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ബുഷിയായിട്ട് കിട്ടുന്ന ഒരു പ്ലാന്റ് അല്ല. ലീഫുകളൊക്കെ വരാൻ നല്ല താമസമുണ്ട്. ഒരു പ്ലാസ്റ്റിക് ചെടി വെച്ചിരിക്കുന്ന ഒരു പ്രതീതിയാണ് ഈ ഒരു പ്ലാന്റ് കാണുമ്പോൾ. പിന്നെ ഈ പ്ലാന്റ് എന്ന് വെച്ചാൽ ഇത് ഷെസ്മാറ്റോഗ്ലോട്ടിസിൻ്റെ വെല്ലിച്ചി എന്നൊക്കെ പറയുന്ന ആ ഒരു ഇനത്തിൽപ്പെട്ട പ്ലാന്റാണ്. പണ്ട് എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു. അത് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞപ്പോൾ ഞാൻ സെയിൽ ചെയ്തൊരു പ്ലാന്റാണ്. പക്ഷേ ഇത് ആ പ്ലാന്റിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഷേപ്പിലുള്ള പ്ലാന്റാണ്. ആദ്യത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലവിൻ്റെ ഒരു ഹാർട്ട് ഷേപ്പിലൊക്കെ ഉള്ളൊരു പ്ലാന്റായിരുന്നു. ഇതിന് വേറൊരു ഷേപ്പാണ്, എന്നാലും നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് കുറച്ച് സാൻസവേരിയ പ്ലാന്റ്സ് ആണ്. സാൻസവേരിയയുടെ ഈ ഒരു വെറൈറ്റിയുടെ കറക്റ്റ് ഐഡിയ ഒന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ ലീഫ് അറേഞ്ച്മെൻറ്റ്സ് വരുന്നൊരു പ്ലാന്റാണ്. ഇതൊരു തീരെ ചെറിയൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് വലുതാവുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ കാണിച്ചു തരാം. ഇതും സാൻസവേരിയയുടെ തന്നെ വെറൈറ്റി വരുന്ന ഒരു പ്ലാന്റാണ്. നീണ്ടിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഇലകൾ നീണ്ടു പോയിട്ടുള്ള
ഒരു രീതിയിലുള്ള പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതിൻ്റെ ബേബി പ്ലാന്റ്സൊക്കെ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഈ പ്ലാന്റ്സൊക്കെ നല്ലൊരു എയർ പ്യൂരിഫയറായിട്ട് നമുക്ക് റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. എല്ലാവരും വെക്കേണ്ട ഒരു പ്ലാന്റാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റഡിൻ്റെ ഒരു ചെറിയൊരു പ്ലാന്റാണ്. അതിൻ്റെ ലീഫുകളൊന്നും അത്ര ഹെൽത്തി ആയിട്ടൊന്നും വന്നിട്ടില്ല. നമുക്ക് പുതിയ പുതിയ ലീഫുകൾ വരുമ്പോൾ നല്ല രീതിയിൽ വരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതും ബിഗോണിയയുടെ വെറൈറ്റി വരുന്നൊരു പ്ലാന്റാണ്. അതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ബിഗോണിയ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ പ്ലാന്റിന് മറ്റെന്തെങ്കിലും പേര് കാണുമായിരിക്കും. ഇതിൻ്റെ ലീഫിൻ്റെ ഒരു കളർ കോമ്പിനേഷനൊക്കെയാണ് കേട്ടോ ഇതിനെ ഭംഗിയാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു പ്ലാന്റാണ് കയ്യിലുള്ളത്. നമുക്ക് ഇതിൻ്റെ വലിപ്പം വയ്ക്കുമ്പോഴാണ് ഈ ഒരു ഇലകളുടെ ഭംഗിയൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇതാ കണ്ടു ഒരു കെയിൻ ബിഗോണിയയുടെ പ്ലാന്റിൽ പൂക്കളായിട്ട് നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ പൂക്കളിനൊരു ബേബി പിങ്ക് കളറ് പൂക്കളാണ്. അതിൻ്റെ ഇലകൾ കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളേ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു എൻജോയ് ഫോട്ടോസൊക്കെ പോയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് അവരിങ്ങനെ ലീഫൊക്കെ ഇങ്ങനെ നല്ല രീതിയിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ അടുത്ത പ്ലാന്റ് വന്നിട്ട് ഈ ഒരു കേളി ടൈപ്പിലുള്ള ഒരു ഫേണാണ് കേട്ടോ. ഇത് നല്ല കരുത്തുള്ള ഇലകളാണ് കേട്ടോ. നല്ല പ്ലാസ്റ്റിക് പോലെ ഇരിക്കും ഇതിൻ്റെ ഇലകൾ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു കലേഡിയം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടുന്ന് എടുത്ത് കാണിക്കുന്നില്ല, കാരണം ഇതിൻ്റെ കുറച്ച് പാർട്സൊക്കെ ഇങ്ങനെ സെൻസിറ്റീവായ പാർട്സൊക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇത് ചെട്ടി ഇങ്ങനെ പൊക്കിയെടുക്കുന്ന സമയത്ത് അത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവിടെ തന്നെ വെച്ച് വീഡിയോ എടുക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. 1-2 ലീഫുകളെ വന്നിട്ടുള്ളൂ എങ്കിലും നല്ല ഭംഗിയിൽ അവരിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് കാണിക്കാനുള്ള വിശേഷങ്ങൾ. ഇതും ഒരു ഫെൺ വെറൈറ്റിയാണ് കേട്ടോ. നല്ലൊരു സിൽവർ കളറ് ഗ്രീൻ കളർ കോമ്പിനേഷനിൽ വരുന്ന ഇങ്ങനെ പോട്ടിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റാണ് കേട്ടോ. നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇവർക്ക് വേറെ വളങ്ങളൊന്നും വേണമെന്നില്ല. നല്ല രീതിയിൽ 2 നേരവും നനച്ച് കൊടുക്കുക. പിന്നെ മഴയുള്ളപ്പോൾ നല്ല ഡയറക്റ്റ് മഴയത്ത് ഇറക്കി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഇവർ നല്ല ഹെൽത്തി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിന്നോളും. ഇതിൻ്റെ ലീഫുകളൊക്കെ കണ്ടോ നല്ല ഭംഗിയിലാണ് നമുക്ക് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ വന്നിട്ട് ഈ സെനഡുവിൻ്റെ ഒരു പ്ലാന്റാണ്. സെനഡുവിൻ്റെ മറ്റൊരു വെറൈറ്റി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പ്ലാന്റ് കിട്ടുന്നത്. നല്ല ഭംഗിയുള്ള ലീഫുകൾ, നല്ല കരുത്തുള്ള ലീഫുകളാണ്. പിന്നെ ഇതിന് ബേബി പ്ലാന്റ്സൊക്കെ വരുന്നത് ചിലപ്പോൾ വൈകിയൊക്കെ ആയിരിക്കും. സ്ലോ ഗ്രോത്താണ് ഈ പ്ലാന്റിൻ്റെ. അപ്പോൾ ലീഫുകൾക്ക് തന്നെയാണ് കേട്ടോ. ഇനി ഇതിലൊന്നും പൂക്കളുണ്ടാവില്ല. ഇതിൻ്റെ ലീഫുകൾക്കാണ് ഭംഗി കാണാനായിട്ട്. അപ്പോൾ വലിയൊരു ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഏരിയ കവർ ചെയ്യാനും മാത്രം ഭംഗിയിൽ ഇവരെ കിട്ടും. പിന്നെ ഇതൊരു കലാത്തിയുടെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റി അല്ല. നല്ല വൈറ്റ് സ്ട്രൈപ്സൊക്കെ വന്നിട്ടുള്ള നല്ലൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് ഇവരിങ്ങനെ കാണാനായിട്ട്. പിന്നെ പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ തവണ ഒരു സെയിൽ വീഡിയോയിൽ ഈ പോത്തോസ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ അടുത്തൊരു കസ്റ്റമർ എൻക്വയറി ചെയ്യുകയും പിന്നെ അവർക്ക് പ്ലാന്റ് വേണം എന്ന് പറഞ്ഞിട്ട് ഞാനിത് ഹോൾഡ് ചെയ്ത് വെച്ചാൽ പിന്നീട് ചോദിച്ചവരൊക്കെ ഞാൻ ഈ പ്ലാന്റ് തീർന്നു പോയി, കോംബോ തീർന്നു പോയി എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് ഒരു 1-2 ആഴ്ചയോളം ഞാൻ ഈ പ്ലാന്റ് ഹോൾഡ് ചെയ്ത് വെച്ചു. അവസാനം അവർ പിന്നെ റിപ്ലൈ ഒന്നും ഇല്ലാതെ പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് നമുക്ക് സെയിലായി പോയിട്ടില്ല. അങ്ങനെ പല അബദ്ധങ്ങളും നമുക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് പറ്റാറുണ്ട് പലർക്കും. അപ്പോൾ ഈ കോംബോയിലുള്ള പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കോംബോ എടുത്തോളൂ. ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഈ കോംബോ അവൈലബിൾ ആണ്. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരുന്നതായിരിക്കും.